റോസ്റ്റഡ് ലവേഴ്സിന് മാത്രമല്ല ബർഗർ ലവേഴ്സിനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കൊല്ലം പള്ളിമുക്കിലെ ചിക്കൻ. 70 രൂപയ്ക്ക് ബർഗർ ഉണ്ടെന്ന് കേട്ട് വരുന്ന കസ്റ്റമേഴ്സ് വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബർഗർ വെജ് ആണോ, വെജിറ്റബിൾസ് മാത്രമേ കാണുള്ളൂ എന്നൊക്കെ. ചിക്കൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായ ബ്രസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ബോൺലെസ് പീസായ സ്ട്രിപ്സ് ആണ് നമ്മൾ ബർഗറിന് യൂസ് ചെയ്യുന്നത്. റേറ്റ് കുറവാണെങ്കിലും നമ്മൾ ഒട്ടും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കുറവ് വരുത്തില്ല കേട്ടോ. ഷോപ്പില് എത്ര വലിയ ജോലിത്തിരക്കിൽ നിന്നാലും ബർഗറിന്റെ ഓർഡർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോകും. ആദ്യമൊക്കെ ബണ്ണെടുത്ത് കട്ട് ചെയ്യുമ്പോഴേ ഇക്കാടെ ഒരു നോട്ടമുണ്ട്, വേണോ, നിനക്ക് പറ്റുന്ന പണി ചെയ്താൽ പോരെ, ഈ കസ്റ്റമേഴ്സൊക്കെ നാളെയും വരേണ്ടതാണേ, എൻ്റെ കഞ്ഞി കൂടി മുട്ടിക്കണോ. അത് കേൾക്കുമ്പോഴേ എൻ്റെ കോൺഫിഡൻസ് ലെവൽ 0% പോകും. എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ ബർഗർ എല്ലാം എനിക്ക് സ്വന്തമായിട്ട് തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ പരീക്ഷിച്ച 1-2 കസ്റ്റമർ പിന്നെ ഷോപ്പിന്റെ ഏരിയയിൽ പോലും പിന്നെ കണ്ടിട്ടേയില്ല. പിന്നെ അതെനിക്കൊരു വാശിയായിട്ട് മാറി. ഷോപ്പിൽ കയറി ആദ്യം ബർഗർ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി. ഓരോ ബർഗർ കഴിക്കുമ്പോഴും ഓരോ മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ പറ്റി. ഒരു 10-12 ബർഗേഴ്സ് കഴിച്ചപ്പോൾ തന്നെ ഒരുവിധം ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പയ്യെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു, സൂപ്പറാന്ന് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ ഒരു ബർഗർ കിങ് തന്നെയാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. എന്തായാലും ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലോട്ട് കിടന്നാലോ. നല്ല സോഫ്റ്റ് ക്വാളിറ്റി ഉള്ള ബൺസാണ് നമ്മളിവിടെ ബർഗേഴ്സിന് യൂസ് ചെയ്യുന്നത്. ബണ്ണ് കട്ട് ചെയ്ത് നമ്മൾ സ്പെഷ്യൽ മയനൈസ് ഒഴിച്ച് അതിനകത്തോട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള റെഡ് ചില്ലി ടൊമാറ്റോ സോസ് ഒഴിച്ച് സെറ്റ് ചെയ്യുക. ഇനി വെജിറ്റബിൾസിൻ്റെ റോളാണ്. കുറച്ച് ക്യാബേജും കുക്കുംബറും ക്യാരറ്റും ടൊമാറ്റോയും വെച്ച് നമുക്ക് ബർഗറിൻ്റെ ബണ്ണൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മെയിൻ റോളായ ചിക്കൻ്റെ പരിപാടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായ ബ്രസ്റ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ബോൺലെസ് സ്ട്രിപ്സ് ആണ് നമ്മൾ ബർഗേഴ്സിന് യൂസ് ചെയ്യുന്നത്. ചിക്കൻ പോപ്പിൻ്റെ സ്പെഷ്യൽ മസാല ഇട്ട് 3 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്ട്രിപ്സ് എടുത്ത് നമുക്ക് നേരെ കോട്ടിങ്ങിലോട്ടിടാം. കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്തെടുത്ത സ്ട്രിപ്സ് എടുത്ത് നേരെ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വാട്ടറിലോട്ട് ഇടാം. ആ വാട്ടറിൽ നിന്ന് പിന്നെയും സെയിം പ്രോസസ് കണ്ടിന്യൂസ് ചെയ്യുക. പിന്നെയും ബാറ്ററിലോട്ട് മിക്സ് ചെയ്യുക, ആ സ്ട്രിപ്സിനെ ഒന്ന് ഷേക്ക് ചെയ്യുക, പിന്നെയും വാട്ടറിലോട്ട് ഇടുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രോസ്റ്റഡിൻ്റെ ക്രിസ്പിനെസ്സിനും അതുപോലെ തന്നെ നമ്മളെ ബർഗറിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ഇതാണ്. ആ സ്ട്രിപ്സ് നമുക്ക് നേരെ എടുത്ത് ഹീറ്റായിട്ട് കിടക്കുന്ന നമ്മൾ ഓയിൽ മെഷീനകത്തോട്ട് ഇടാം. നമുക്ക് ഈ സ്ട്രിപ്സ് ഒന്ന് കുക്കായിട്ട് വരാൻ ഒരു 5 മിനിറ്റ്സ് എടുക്കും കേട്ടോ. നമുക്കതിൽ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്തപ്പോഴാണ് മെയിൻ ആയിട്ടുള്ള കാര്യം മറന്നുപോയി, ഫ്രഞ്ച് ഫ്രൈസ്. നമുക്ക് ആ ചിക്കൻ ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് അടുത്ത മെഷീനിനകത്തോട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇടാം. ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ഓക്കെ ആയിട്ട് വരും കേട്ടോ. എന്തായാലും ഇത് രണ്ടും ഒന്ന് ഓക്കെ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് നേരെ ബണ്ണിലോട്ട് തന്നെ പോവാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ സ്ട്രിപ്സ് കുക്കായി വന്നിട്ടുണ്ട്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഓക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കടുത്തത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് റെഗുലർ ബർഗറിൻ്റെ ഓർഡറാണ്. അതായത് ഒരു ബർഗറിനകത്ത് നമുക്ക് 2 സ്ട്രിപ്സ് വേണം വെക്കാം. സ്ട്രിപ്സ് വെച്ച് ഓക്കെ ആക്കിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ വന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ റീസൺ കൊണ്ട് ഓർഡർ ഒന്നാമത് ഡിലേ ആണ്. കാരണം ഒരു കൈ കൊണ്ട് ഞാൻ ഫോണും മറ്റേ കൈ കൊണ്ട് ഞാൻ ബർഗറും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും തിങ്ക് ചെയ്തില്ല, പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് അടുത്ത ഓർഡർ എടുത്തു. അതും സെയിം ആയിരുന്നു, ബർഗർ. നോർമലി നമ്മുടെ ബർഗർ മേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. ഇപ്പം ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേറൊന്നും ചിന്തിക്കാതെ ഞാൻ വേഗം ഫോൺ മാറ്റി വെച്ചിട്ട് ബർഗർ പേപ്പർ എടുത്ത് ബർഗർ കവർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ വീഡിയോ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ തിരക്കായതുകൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാനത് ഡീറ്റെയിൽ. ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഫ്രീ ടൈംസിലൊക്കെ യൂട്യൂബിലെ വീഡിയോ കയറിയാണ് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കവേ പെട്ടെന്ന് മൈൻഡിൽ കയറിയ ഒരു ആഗ്രഹമായിരുന്നു എനിക്കും വീഡിയോസ് ചെയ്യണമെന്നുള്ളത്. സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ ആദ്യം വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത്.
യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഒട്ടും വിചാരിക്കാത്ത അത്രയും റീച്ച് എൻ്റെ വീഡിയോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ഇന്ന് എന്ത് വീഡിയോ എടുക്കാമെന്നുള്ള ചിന്തയാണ് ആദ്യം മൈൻഡിൽ വരുന്നത്. ഞാൻ അത്രയധികം ഇപ്പോൾ വീഡിയോസുകളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ ഒട്ടും മടി കാണിക്കാതെ എൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആക്കുക, അതിൽ കയറി കമൻ്റ് ഇടുക. ഡേ ബൈ ഡേ വരുമ്പോൾ ഞാൻ ഇതെല്ലാം ഓക്കെ ആക്കി കൊണ്ടുവരാം. നിങ്ങളെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബണ്ണും ചിക്കൻ പീസും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് വലിയൊരു സന്തോഷമായിരിക്കും. ഒരു മസ്റ്റ് ട്രൈ സിമ്പിൾ റെസിപ്പി തന്നെയാണ്. ബ്രോസ്റ്റഡിൻ്റെ മസാല ഇല്ലാത്തവർക്ക് വീട്ടിൽ നോർമൽ ചിക്കൻ മസാല ഇട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എന്തായാലും ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ബർഗറിൻ്റെ പാക്കിംഗ് വീഡിയോ തിരക്ക് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അടുത്ത വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണൂ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു കിഡിലും പോസ്റ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.